ഉണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യം സൂക്ഷിക്കേണ്ടത് കാര്യബോധം ഉണ്ടായിരിക്കണം. ഈ കാര്യബോധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ്, എല്ലായിടത്തും ഒരേ മാതിരിയല്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറയലുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈദ്രസ് വലിയരെ പറ്റിയിട്ട്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, CH ഹൈദ്രോസ് മുസ്ലിയാരെ കുറിച്ച് മഹാനവറുകളുടെ മകൻ തൊയ്യിബ് ഫൈലി പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാറുള്ളത്. ഒരു ദിവസം ഹൈദ്രോസ് വലിയര് വീട്ടിൽ കുളിക്കാൻ വേണ്ടി 2 ബക്കറ്റ് നിറയെ വെള്ളമേറ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ തൊയ്യിബ് ഫൈലി, മൂപ്പര മോൻ തൊയ്യിബ് ഫൈലി പറഞ്ഞു, ഞാൻ ഓടിച്ചെന്ന് ആ ബക്കറ്റും വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോ വാപ്പ പറഞ്ഞു, ഇന്നിപ്പോ 2 ബക്കറ്റ് വെള്ളം മൂത്രപ്പരയ്ക്ക് കൊണ്ടക്കാൻ, കുളിറൂമുക്ക് കൊണ്ടക്കാൻ ഇന്നെക്കൊണ്ട് കഴിയും. എനിക്ക് വയ്യാത്തൊരു കാലഘട്ടം വരുമ്പോ നിങ്ങളൊക്കെ തന്നെ നോക്കേണ്ടത്, അപ്പ ചെയ്താ മതി, ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ മൂപ്പര് വെള്ളം കൊണ്ടച്ച് ഒരു വൈക്ക് പോവുക. കുഞ്ഞാപ്പു ഹാജി കൂടെയുണ്ട്, ബാപ്പുട്ടി ഹാജി കൂടെയുണ്ട്, തൊയ്യിബ് ഫൈലി ബാക്കിലുണ്ട്. കുഞ്ഞാപ്പു ഹാജിയും ബാപ്പുട്ടി ഹാജിയും കൂടി വർത്താനം പറഞ്ഞിങ്ങനെ അതിൽ മുഴുകി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ തൊയ്യിബ് ഫൈലി ബാക്ക് മാറിയിട്ട്, ഹൈദ്രസ് വലിയൊരു ബാക്ക് ഇങ്ങനെ മെല്ലെ മാറിയിട്ട് മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന ഇത്ര പോന്ന ഒരു ബാഗ് മകന്റെ അടുത്ത് തൊയ്യിബ് വൈസിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തരേ ഇതവിടെ പിടിച്ചോന്ന്. കക്കൂസിക്ക് കുളിറൂമുക്ക് പോകുമ്പോ 2 ബക്കറ്റ് നിറയെ വെള്ളം കനല്ലാന്നും ഇത്ര പോന്നൊരു ബാഗ് കനേറിയെന്നും അല്ല, വാപ്പാന്റെ ബാഗ് ആൾക്കാരിടയിൽ വെച്ചിട്ട് മകനാണ് പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഈ വിദ്യാഭ്യാസത്തെയാണ് കാര്യബോധം എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യന് ഉണ്ടായാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. കാര്യബോധം ഉണ്ടാവണം. കാര്യബോധത്തെയാണ് ഹാലി എന്ന് പറയുന്നത്, അവസ്ഥ എന്ന് പറയുന്നത്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വിവരമില്ലാതിരുന്നതല്ല പ്രശ്നം, കാര്യബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. അബൂജഹൽ വിവരമില്ലാത്തവനൊന്നല്ല, ഓന്റെ ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. വിവരമുള്ളവൻ തന്നെ. ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് കുറേശ്ശികൾ നേതാവാക്കൊന്നുമില്ല. വിവരമുണ്ട്, വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ആ വിവരം ബോധമാണെങ്കിൽ മാത്രമാണ് കാര്യമുള്ളത് എന്നതാണ്. ബോധമില്ല എന്ന് തന്നെയാണ് പ്രശ്നം. ചിലപ്പോ ഞമ്മക്കും ഇല്ലാതാവലുണ്ട്. ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വലിയ വിവരം വേണ്ട, പക്ഷെ ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ നല്ല വിവരം വേണം. ഒരു നാടൻ മനുഷ്യനാണ് ഈ കാര്യം എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഒരിക്കൽ പഴയ കാലത്ത് വയലൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ആ കാലത്ത് ഒരു ദിവസം ഇങ്ങനെ ഇതേമാതിരി റജബ് മാസത്തിൽ വയല് പറഞ്ഞപ്പോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് ദ്വാരക്കേണ്ടത്. ഷഹ്റ റമളാൻ എന്ന് ദ്വാരക്കണ്ട, അങ്ങനെ ഹദീസിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മലയാളം പരിഭാഷ മാത്രം വായിച്ച് പരിചയമുള്ള ഒരാള് വയല് കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു മലയാളം ബുക്കില് അബൂ നുഐം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷഹ്റാന്നും കൂടി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. ഒരു വിഷയം ഇല്ല എന്ന് പറയണമെങ്കിൽ നല്ലോണം വിവരം വേണം, ഉണ്ട് എന്ന് പറയാൻ അത്ര തന്നെ വിവരം വേണ്ട എന്നത് മനസ്സിലായി തന്നെ. ഞാൻ ഇപ്പൊ അടുത്തൊരു ദിവസം വേങ്ങര കോയപ്പാപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. കുറെ സ്വാലിഹീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി പറഞ്ഞു. വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞത്. കുഞ്ഞു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര്. മുഹമ്മദ് എന്നാണ് വാപ്പട്ട പേര്. മൂപ്പര വാപ്പാന്റെ പേരും മുഹമ്മദാണ്, വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദിന്റെ മകൻ മുഹമ്മദാണ് വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ റബീഉൽ അവ്വൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. കുറെ അരിയൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ വാങ്ങിയിട്ട് കാക്കകൾക്ക് കൊടുക്കും. അപ്പൊ മൂപ്പര ജീവിതകാലത്ത് മൂപ്പരന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ധാരാളം കാക്കകള് വേങ്ങരയിൽ വരൽ പതിവുണ്ടായിരുന്നു. ഒരുപാട് കാക്കകൾ വരും, കാരണം ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യും.
അപ്പൊ മഹാനവർകളോട് ഒരു ദിവസം എന്തിനാ നിങ്ങൾ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, കാക്കകൾ 1000 കൊല്ലത്തിലധികം ജീവിക്കുമെന്നാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കാക്കകൾ ആ കൂട്ടത്തിൽ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. കുറെ കഴിഞ്ഞപ്പോ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ, കാക്കകൾ പരമാവധി പോയാൽ 20 കൊല്ലേ ജീവിക്കുള്ളൂ എന്നാണല്ലോ ഉള്ളത്. ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ദീനീ പ്രബോധനം നടത്തുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, അത് മേങ്ങനെ കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മഹാനവറുകളുടെ അടുത്ത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. 20 കൊല്ലേ കാക്കകൾ ജീവിക്കുള്ളൂ എന്നത് ആധുനിക പഠനമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു. മാക്കൗൺ എന്ന പേരായ ഒരാളാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പഠന റിപ്പോർട്ട് വന്ന അതേ പോർട്ടലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോന്നാലേ 27 കൊല്ലം ജീവിച്ച കാക്കന്റെ ചരിത്രം വേറെ പറയുന്നുണ്ട്. 56 കൊല്ലം ജീവിച്ച കാക്കയുടെ ചരിത്രം അതിന്റെ താഴെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവും 20 അല്ല അതിലേറെ ഉണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, അതൊരു അഭിപ്രായമാണ്. ഒരു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടുന്നില്ല, ന്യൂനപക്ഷ അഭിപ്രായമായിരിക്കാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് മിഷ്കാത്തിലുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ സാമ യൗമൻ, ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു ബൈനഹു വബൈന ജഹന്നമ കഖുറാബിൻ തായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറക്കുന്ന കാക്കയേക്കാൾ അള്ളാഹു ജഹന്നമിനെയും അവന്റെയും ഇടയിൽ വിദൂരത്താക്കും ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് മിഷ്കാത്തിൽ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഷറഹിൽ മിർഖാത്തിൽ പറയുന്നുണ്ട്, കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കും എന്ന അഭിപ്രായമുണ്ട് എന്ന്. ഇതേ അഭിപ്രായം തന്നെ ഹയാത്തുൽ ഹയവാനിലുണ്ട്. അതേ അഭിപ്രായം തന്നെ അജായിബുൽ മഖ്ലൂഖാത്തിലുണ്ട്. ഈ ആളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാക്കൗൺ പറഞ്ഞ അഭിപ്രായമാണ് എങ്കിൽ അതിന് അംഗീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാകാം എന്ന സാധ്യതയെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട്. ആ സാധ്യതയെ കോയപ്പാപ്പ് പറഞ്ഞിട്ടുള്ളൂ. കോയപ്പാപ്പ് ഉറപ്പിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം. പക്ഷേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇവകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ചോദിച്ചാലോട് ഞാൻ പറഞ്ഞ മറുപടി ഇതൊന്നല്ല, കാക്ക എത്ര കാലം ജീവിച്ചാലും യുക്തിവാദം ശരിയാണെന്ന് അതുകൊണ്ട് വരൂല. യുക്തിവാദം ശരിയാണെന്ന് കാക്ക ജീവിച്ചാൽ തന്നെ വെക്കുക, എന്നാലും യുക്തിവാദം ശരിയാണെന്ന് ഒരിക്കലും അതുകൊണ്ട് വരൂലല്ലോ. ഞാനിത് എന്താ പറഞ്ഞ വെച്ചാല്, ഓരോ വിഷയങ്ങളെ കുറിച്ചുമുള്ള കാര്യബോധം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. അത് എനിക്കുമാണ്, നിങ്ങൾക്കുമാണ്, എല്ലാവർക്കുമാണ്. എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റജബിലെ ബറക്കത്ത്, ഷഅബാനിലെ ബറക്കത്ത്, റമളാനിലെ ബറക്കത്ത്. 3 മാസം ബറക്കത്തിൻ്റെതായ എണ്ണിയിട്ടുണ്ട്. റജബിലെ ബറക്കത്ത് എന്ന് പറയുന്നത് അബൂദാവൂദിന്റെ ഷറഹിൽ കാണും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കലാണ് റജബിലെ ബറക്കത്ത് എന്ന്.